എസ് കെ ഒരു ട്രോളാണ്, പ്യൂർലി ട്രോൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF പരാജയത്തിന് പിന്നാലെ കേട്ടൊരു ട്രോളാണ്. വസ്തുതയുടെ അംശം ഉണ്ടാവില്ല. രമേശ് ചെന്നിത്തല ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയി ചോദിക്കുന്നു, സ്വാമി എനിക്ക് മുഖ്യമന്ത്രി ആവാനുള്ള യോഗമുണ്ട്. ഇല്ല രമേശ്, നിനക്ക് നമ്മൾ യോഗം ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ചുമ്മാ തമാശയാണ്, മാത്രമാണ്. അപ്പൊ എന്തായാലും ആ വേദിയിലേക്ക് പി ജെ കുര്യൻ വന്നു. എസ് കെ യഥാർത്ഥത്തിൽ പി ജെ കുര്യൻ പറയുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുമെന്നല്ല, നമ്മൾ ഉറപ്പായും ജയിക്കും, ജയിച്ചാൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശ് മുഖ്യമന്ത്രി ആയേക്കാം എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ കോൺഗ്രസ് അത് പറഞ്ഞു നിൽക്കാം എന്ന് പറഞ്ഞാൽ ഒരു വേദി, ആ വേദിയിലിരിക്കുന്ന ഒരു പക്ഷേ വി ഡി സതീശനാണെങ്കിൽ PJ പറയാൻ പോകുന്ന ഒരു പക്ഷേ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയേക്കാം എന്നായിരിക്കാം, ആവേശപ്പെടുത്താനായിരിക്കും. പക്ഷേ അത് കരുതിക്കൂട്ടി ഉറപ്പിച്ച് പറഞ്ഞാൽ ഒരു തർക്കമില്ല. കാര്യം കെ സുധാകരൻ പറഞ്ഞു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണോ എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം എസ് കെ ഇവിടെ UDF ജയിച്ചാൽ അതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 71 സീറ്റ് നേടിയാൽ മാത്രമേ അധികാരത്തിലേക്ക് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, ഇനി അധികാരത്തിലേക്ക് വന്നാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു മത്സരം, ഒരു തർക്കം, ഒരു കാലുഷ്യം UDF ഉണ്ട് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ കാലുഷ്യത്തിലെ കുറച്ച് എണ്ണ കൂരി ഒഴിക്കുന്നുണ്ട് ആര് പി ജെ കുര്യൻ. എസ് കെ രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന് കോൺഗ്രസ് അതായത് നെഗറ്റീവാണ്. അതായത് എസ് കെ പ്രതിപക്ഷ നേതാവ് പോയ 5 വർഷം ഈ സർക്കാരിനെതിരെ സമരമുഖം തുറന്ന് തെരുവിൽ, സമരത്തിൽ, സഭയിലടക്കമുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്താണ് ഭാവി കേരളത്തെ പറ്റി ഒരു വീക്ഷണം മുന്നോട്ട് വെക്കുന്നു, അങ്ങനെ പോകുന്നുണ്ട്. രാഷ്ട്രീയാതീതമായി പ്രതിപക്ഷ നേതാവ് കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന, പ്രതിപക്ഷ നേതാവിന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു സെക്ട് ആൾക്കാരുണ്ടെങ്കിൽ അധികാരത്തിലേക്ക് വന്നാൽ ഇയാളെ ചവിട്ടി പുറത്താക്കി വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് പിന്നെ BDക്ക് വോട്ട് ചെയ്യുന്നത് എന്ന ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വോട്ടുകൾ ചിലപ്പോൾ പോയേക്കാം. അതാണ് അതിൻ്റെ ഈ ചർച്ചയുടെ കോൺഗ്രസ് നെഗറ്റീവ്. എസ് കെ അതിൽ കോൺഗ്രസിനുള്ള പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എസ് കെ UDF അധികാരത്തിലേക്ക് എത്തുന്ന കാര്യമാണ് പറയുന്നത്. UDF അധികാരത്തിലേക്ക് എത്തുന്ന സിനേറിയോ ആണല്ലോ, ആ സിനേറിയോയിൽ മാത്രമാണല്ലോ ഇക്കാര്യത്തിൽ ആര് മുഖ്യമന്ത്രി, BD ആണോ മുഖ്യമന്ത്രി, SK ആണോ മുഖ്യമന്ത്രി എന്നല്ല പ്രസക്തിയുള്ളൂ. അപ്പം എസ് കെ ഇത് നമ്മൾ നേരത്തെ PR-ന്റെ കാര്യം സംസാരിച്ചു. എസ് കെ നമുക്ക് എങ്ങനെ അറിയാം ഈ കാര്യം വളരെ ബോധപൂർവ്വം പ്ലാൻ ചെയ്ത് ഞാൻ മുഖ്യമന്ത്രിയാകും, ഞാൻ മുഖ്യമന്ത്രിയാവാനില്ല, അല്ലെങ്കിൽ മറ്റയാൾ മുഖ്യമന്ത്രിയാകും എന്നുള്ള ബോധപൂർവ്വം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പെർസെപ്ഷൻ ക്രിയേഷൻ ആണ് നമുക്ക് എങ്ങനെ അറിയാം എസ് കെ? അത് നമുക്കറിയില്ല. അങ്ങനെ ഒരു പെർസെപ്ഷന് സാധ്യതയുണ്ടോ? കാരണം ഇവർ ഇപ്പോൾ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തല ഈ 3 പേരും ഇങ്ങനൊരു ചർച്ച വരാൻ, അത് എന്നിട്ട് കാശ്മീർ ഭയപ്പെടുന്ന പോലെ ഒരു വോട്ട് ഭിന്നിപ്പ് ഉണ്ടാക്കാനൊന്നും അവർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അധികാരം പിടിച്ചാൽ മാത്രമേ ഇത്തരം ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇടതുമുന്നണിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ആയുധമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് തന്നെ ഈ പ്രചാരണത്തിലേക്ക് എടുക്കട്ടെ, അത് കോൺഗ്രസിൽ ഭരണം കിട്ടുമോ എന്നതിന് ഉറപ്പില്ല. ഇനി കിട്ടിയാൽ തന്നെ ആരാകും മുഖ്യമന്ത്രി എന്നതിൻ്റെ പേരിൽ അടി നടക്കുന്നു എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർക്ക് കൺഫ്യൂഷനില്ല. ഒരു ക്യാപ്റ്റനെ ഉണ്ട്, ഒരു ക്യാപ്റ്റനെ ഉള്ളൂ. ആ ക്യാപ്റ്റനാണ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. കോൺഗ്രസിനകത്ത് 3 നേതാക്കളുടെ പ്രതികരണം നമുക്ക് നോക്കാം. ഇപ്പോൾ PJ കുര്യൻ, അദ്ദേഹം ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പേര് സന്ദർഭവശാൽ എന്ന് തോന്നുന്ന തരത്തിൽ ഇപ്പോൾ ആഷ്മി പറഞ്ഞതുപോലെ അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സാന്ദർഭികമായ സാന്ദർഭികമാണോ അല്ലേ നമുക്കറിയില്ല, എന്നാലും അദ്ദേഹം പറഞ്ഞു. പക്ഷെ K സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്റെ പിന്തുണ എന്ന് പറഞ്ഞു. അതിന് പിന്നിലും ഒരു കാരണമുണ്ട്. കാരണം KC വേണുഗോപാൽ ഇടപെട്ടിട്ടാണ് തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുള്ളതെന്നും അതുകൊണ്ട് KCക്ക് ഇട്ടൊരു കൊട്ട് എന്ന നിലയിലും ആയിരിക്കാം. അല്ല ഞാൻ പറഞ്ഞത് അല്ലല്ല, ഇതിപ്പോ BDക്കും KCക്കും ഉള്ള ഒരുപോലെയുള്ള കൊട്ടാണ് K സുധാകരൻ നൽകി. ഇനി മൂന്നാമത്തെ കാര്യം, ഇന്നലെയാണെന്നാണ് എൻ്റെ ഓർമ്മ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമായിട്ടൊരു അഭിമുഖം ഒരു ദിനപത്രത്തിൽ വന്നിരുന്നു. അതിനകത്ത് ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഈ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരിൽ നിന്നാണോ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് KPCC പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതെനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എന്നാണ്, എന്ന് നിർബന്ധമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലിന് കൂടി ഒരു ചെയർ ഇട്ടിട്ടാണ് ആ പരാമർശം വന്നിരിക്കുന്നതെന്നാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. അതുദ്ദേശത്തിലാണോ അപകടം ഉണ്ടാക്കേണ്ട എന്ന് കരുതി അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ റേസിലില്ല, അദ്ദേഹം ആ റേസ് KPCC പ്രസിഡന്റ് ഞാൻ ആ മത്സരത്തിനില്ല, പക്ഷേ ഇതിനകത്ത് ജയിച്ച MLA-മാരിൽ നിന്നാണ് മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല. പിന്നെ നേതാക്കൾക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു സാധാരണ ന്യായമാണ്, വ്യവസ്ഥാപിതമായ രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. ഏതായാലും മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ അദ്ദേഹം നടത്തിയ അഭിമുഖത്തിന്റെ അവസാനം ചോദിച്ചു, ഇനി നമ്മൾ അടുത്ത അഭിമുഖം നടത്തുന്നത് അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു LDF അധികാരത്തിൽ വരും, അത് മുഖ്യമന്ത്രി ഞാനാണോ എന്നുള്ളത് അത് ആരാണെന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. പക്ഷേ ഒരു വ്യവസ്ഥാപിത സ്ട്രക്ചർ ഉണ്ട് തന്നെ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് LDF-നെ സംബന്ധിച്ച് SK അത് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് വെരി ക്ലിയർ ആരാണ്. അവിടെ തർക്കത്തിന്റെ കാര്യമില്ല. ഇനി ഈ തർക്കം ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം, ഇപ്പോൾ അഷ്മി പറഞ്ഞതിനകത്ത് എനിക്ക് അതിലൊരു എതിരഭിപ്രായമുള്ളത്, അത് ഇതിലൊരു പോസിറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കോൺഗ്രസിനും UDF-നും വളരെ വലിയ നെഗറ്റീവാണ്. അതായത് ഈ വികസന തുടർച്ചയ്ക്ക് ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് എന്നൊരു ക്യാമ്പയിൻ നടക്കുമ്പോൾ ഇവിടെ ആരാകണം മുഖ്യമന്ത്രി എന്നതിന്റെ പേരിൽ ഒരു തല്ല് നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF-നോ കോൺഗ്രസിനോ അനുഗുണമായ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞുള്ള സിനോറിയാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അതാണ് ചർച്ച കൂടുതൽ നീണ്ടു നിൽക്കുന്നത്. UDF പ്രവർത്തകർക്ക് ആവശ്യമല്ല.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.